ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. നമ്മളിന്ന് കാണാൻ പോകുന്നത് മുണ്ടക്കൈയിലും ചൂരൽമലയിൽ നടന്ന പ്രകൃതി ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകൾ കാണാനാണ് ഇന്ന് പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ്. പ്രകൃതി ദുരന്തം നടന്ന ചൂരൽമലയിലേക്ക് കൊട്ടിയൂർ വഴിയാണ് ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത്. കാരണം നെടുമ്പൊയിൽ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അവിടെ 3-4 സ്ഥലത്ത് റോഡിൽ പല സ്ഥലത്തായി വിള്ളലുകൾ രൂപപ്പെട്ടതുകൊണ്ടാണ് റോഡ് അടച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യാത്ര ഈ വഴിക്കാക്കിയത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര നടത്താം. കുത്തനെയുള്ള ചുരങ്ങൾ കയറി 42-ാം മൈലെത്തി അവിടുന്ന് മാനന്തവാടി വഴി കൽപ്പറ്റ, മേപ്പാടി, ചൂരൽമല, അതിൽ കൂടിയാണ് യാത്രാ റൂട്ട്. ഇതിൽ കൂടി യാത്ര പോകുമ്പോൾ വയനാടൻ കുന്നുകളും കർണാടക വനമേഖലയും ഒക്കെ നമുക്ക് കാണാം. നമുക്ക് മുന്നിലായി ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നെടുമ്പൊയിൽ വഴി ഗതാഗതം തടസ്സമുള്ളത് കൊണ്ടാണ് ഇത്രയധികം വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നത്. കുറച്ച് മുന്നിലായി ഒരു ആനവണ്ടിയും പോകുന്നത് നമുക്ക് കാണാം. അവനങ്ങനെ മെല്ലെ ചുരം കയറി പോകുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മളങ്ങനെ 42-ാം മൈൽ എത്താറായി. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കിയേ. നമ്മളിപ്പോൾ വയനാട് ജില്ലയിൽ കയറി അതിൻ്റെ ആദ്യപടിയായി അവിടെയൊക്കെയായി തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. കൂടാതെ രാവിലെ ആയതുകൊണ്ടുള്ള പ്രകൃതി ഭംഗിയും കൂടെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. പ്രത്യേകിച്ചു പച്ചപ്പ്, ദൂരെയായി കാണുന്ന മൊട്ടക്കുന്നുകൾ. ഇപ്പോൾ നമ്മൾ മാനന്തവാടി ടൗണിലേക്ക് പ്രവേശിക്കുകയായി. രാവിലെ ആയതുകൊണ്ട് സ്ഥാപനങ്ങളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. കേരള സംസ്ഥാനത്തിലെ 12-ാം ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. 1980 നവംബർ 1-നാണ് വയനാട് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണിത്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. ഈ കടന്നു പോകുന്നത് പനമരം ബ്രിഡ്ജാണ്. ഇനി പനമരം ടൗണിൽ കൂടി കൽപ്പറ്റ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ബത്തേരിക്കും കൽപ്പറ്റയ്ക്കും തിരിയും. നമുക്കിനി കൽപ്പറ്റയ്ക്കാണ് പോകേണ്ടത്. അവിടെ നിന്നാണ് മേപ്പാടിക്ക് പോകേണ്ടത്. വയനാടിൻ്റെ ഭംഗി തന്നെ പ്രകൃതിയാണ്. വലിയ മരങ്ങളും പച്ചപ്പും പ്രകൃതിയും എല്ലാം കൊണ്ടും സുന്ദരി. കബനി നദിയാണ് ഈ ജില്ലയുടെ പ്രധാന നദി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. ഡക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്താണ് വയനാട് ജില്ല നിലകൊള്ളുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടുന്നു. വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി 2131 ചതുരശ്ര കിലോമീറ്ററാണ്. ഭൂവിഭാഗത്തിന്റെ 38% വനമാണ്. വയനാട്ടിലെ എടക്കൽ ഗുഹയ്ക്കടുത്തുള്ള കുപ്പക്കൊല്ലി, ആയിരംകൊല്ലി എന്നിവിടങ്ങളിൽ നിന്ന് ചെറു ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വെള്ളാരം കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ കണ്ടെടുത്ത ഈ പ്രദേശത്ത് 5000 വർഷം മുൻപ് വരെ സംഘടിതരായ മനുഷ്യവാസമുണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. നവീന ശിലായുഗ സംസ്കാരത്തിന്റെ നിരവധി തെളിവുകൾ വയനാടൻ മലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിക്കും അമ്പലവയലിനും ഇടയ്ക്കുള്ള അമ്പുകുത്തി മലയിലുള്ള 2 ഗുഹകളിൽ നിന്നും അതിപുരാതനമായ ചുവർച്ചിത്രങ്ങളും ശിലാലിഖിതങ്ങളും ചരിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാണുന്ന നേരെ വഴി കോഴിക്കോടിനും നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് മേപ്പാടിക്കുമാണ്. ഇപ്പോൾ നമ്മൾ മേപ്പാടി റൂട്ടിൽ കയറി. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന റോഡാണിത്. എടക്കൽ എന്ന സ്ഥലത്തുള്ള ഗുഹാചിത്രങ്ങൾ രചിക്കപ്പെട്ടത് ചെറുശിലായുഗ കാലഘട്ടത്തിലാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും പുരാതനമായ രാജവംശത്തെ പറ്റിയുള്ള സൂചന നൽകുന്ന വയനാട്ടിൽ ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും പ്രാചീനമായ ചരിത്ര സ്മാരകവും ഇതാണ്. 2 മലകൾക്കിടയിലേക്ക് ഒരു കൂറ്റൻ പാറ വീണുകിടക്കുന്നതിലാണ് ഇടയിലെ കല്ല് എന്ന അർത്ഥത്തിൽ ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ എടക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. 1896-ൽ ഈ ഗുഹയുടെ തറയിൽ അടിഞ്ഞുകിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ നവീന ശിലായുഗത്തിലെ കല്ലുളി, കൈമഴു എന്നിവ ലഭിക്കുകയുണ്ടായി. നിരവധി നരവംശ, ചരിത്ര, പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഈ സ്ഥലത്തെ പഠനവിധേയമാക്കിയിട്ടുണ്ട്.
വയനാടിനെ അക്കാലത്ത് വീരവയനാട്, ചാകി വയനാട് എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരുന്നു. 1104 മുതൽ 1147 വരെ മൈസൂർ ഭരിച്ചിരുന്ന ഹൊയ്സാല രാജാവായിരുന്ന ധ്വരസമുദ്രൻ വയനാട് പിടിച്ചടക്കി. തോടകളെയും മറ്റും പലായനം ചെയ്യിച്ചു. മൈസൂർ ലിഖിതങ്ങളിൽ എന്ന് കാണാം. ദില്ലി സുൽത്താൻമാരെ തോൽപ്പിച്ച് വിജയനഗര സാമ്രാജ്യം സൃഷ്ടിച്ച ഹിന്ദു രാജാക്കന്മാരുടെ ഊഴമായിരുന്നു അടുത്തത്. വയനാട്ടിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊന്നാണ് താമരശ്ശേരി ചുരം. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ട മലമ്പാതയാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. ദേശീയപാത 766 ഭാഗമായ ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പാതയ്ക്ക് ഇരുവശങ്ങളിലുമുള്ള ഇടതൂർന്ന വനം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കുതിരസവാരി ചെയ്ത് വയനാട്ടിലെത്താൻ പാകത്ത് നിർമ്മിച്ച ഈ പാത പിൻകാലത്ത് വാഹന ഗതാഗതത്തിനുള്ള പാതയായി മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് തുടങ്ങുന്ന 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ വഴിയിൽ കഠിനമായ 9 ഹെയർപിൻ വളവുകളാണുള്ളത്. ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിൽ എത്തുന്നു. 9ാമത്തെ ഹെയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലയുടെ മൊത്തത്തിലുള്ള ആകാശ ദൃശ്യം കാണാൻ അസ്തമയവും 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അപൂർവമായി കാണാം. മേഘങ്ങളും കോടമഞ്ഞും ചിലപ്പോൾ കാഴ്ചയെ മറക്കാറുണ്ട്. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാതയായും ചുരം അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ വ്യവസായ, വാണിജ്യ, ടൂറിസം മുന്നേറ്റങ്ങൾക്ക് ഈ പാതയുടെ പങ്ക് ഏറെയുണ്ട്. താമരശ്ശേരി ചുരം റോഡ് ബ്രിട്ടീഷുകാരാണ് വികസിപ്പിച്ചത്. ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് തദ്ദേശീയരായ ആദിവാസിയായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസിയെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ഖ്യാതി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഈ ആദിവാസിയുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന ചങ്ങലമരം വയനാട്ടിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്നു. ചങ്ങല ചുറ്റിയ ഈ വലിയ മരത്തിന് സ്ഥലത്തെ ഐതിഹ്യങ്ങളിൽ പ്രത്യേക സ്ഥാനമുണ്ട്. കൽപ്പറ്റയിൽ നിന്നും 16 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 41 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ചൂരൽമലയിലേക്ക് പോകാനുള്ള യാത്രയിലായിരുന്നു. പക്ഷേ ചൂരൽമലയിലേക്ക് വാഹനങ്ങളൊന്നും ഇപ്പോഴും നിയന്ത്രിച്ചാണ് വിടുന്നത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടൊരു മേപ്പാടി തന്നെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ വന്നിട്ട് അവിടെ ഒരാളുണ്ട്. ആ ആൾ വഴിയാണ് ഈ ചൂരൽമലയിലേക്ക് പോകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളീൻ്റെ വീട്ടിൽ വന്നിട്ട് ആ പുള്ളീൻ്റെ വീടും പരിസരങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പുള്ളീൻ്റെ വണ്ടിക്ക് വേണം ഇനി ചൂരൽമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ ചൂരൽമലയിലേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മുഖ്യ ഉദ്ദേശം. നാട്ടിൽ സന്ദർശിക്കേണ്ട ഏറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. എടക്കൽ ഗുഹ, കാന്തൻപാറ വെള്ളച്ചാട്ടം, കാരാപ്പുഴ അണക്കെട്ട്, കുറുവ ദ്വീപ്, കായക്കുന്ന്, ചങ്ങലമരം, ചെമ്പ്ര കൊടുമുടി, തിരുനെല്ലി ക്ഷേത്രം, പഴശ്ശി സ്മാരകം, പക്ഷിപാതാളം, പൂക്കോട്ട് തടാകം, ബത്തേരി ജൈനക്ഷേത്രം, ബാണാസുരസാഗർ അണക്കെട്ട്, ബ്രഹ്മഗിരി മലനിരകൾ, മീൻമുട്ടി വെള്ളച്ചാട്ടം, മുത്തങ്ങ, വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, സൂചിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങിയവയൊക്കെ ഇതിൽ ചിലതാണ്. വയനാട്ടിലെ ഓരോ മുക്കും മൂലയും അടിപൊളി സീനറിയാണ്, പ്രത്യേകിച്ച് മേപ്പാടി ഭാഗങ്ങളിലെ തേയിലത്തോട്ടങ്ങൾ. നാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് വയനാടിൻ്റെ ക്ലൈമറ്റ് കൂടെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിൽ നിന്ന് വന്ന മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരുടെ കൂടെയാണ്. അവരിവിടെ ചൂരൽമലയൊന്ന് സന്ദർശിക്കാനും ഇവിടെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായമായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെ അന്വേഷിച്ച് വന്നവരാണ്. അവരുടെ കൂടെയുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം വിശേഷങ്ങൾ. ഞങ്ങൾ കേരള അസോസിയേഷൻ ബീഹാർ എന്നറിയപ്പെടുന്ന ഒരു രജിസ്റ്റേർഡ് അസോസിയേഷൻ്റെ പ്രതിനിധികളാണ്. ഇത് ജോസഫ് ടി അസോസിയേഷൻ്റെ പാട്രൺ. ഞാൻ ഇപ്പോൾ നിലവിൽ ഈ ഉദ്യമത്തിൻ്റെ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ ചൂരൽമല സന്ദർശിക്കുവാനും ഇവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സഹായം നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാനായിട്ട് ആണ് ഞങ്ങളുടെ ഉദ്ദേശം. അതേപോലെ തന്നെ അസോസിയേഷൻ മെമ്പർ ഡെന്നി KV പുള്ളിക്കാരനും നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ഇതേ ഉദ്ദേശത്തോടു കൂടി തന്നെ. പിന്നെ ഞങ്ങളുടെ 2 ലേഡീസ് മെമ്പേഴ്സ് ഉണ്ട്. സ്വദന ജോസഫ് മാഡം, ബീന ബിജു എൻ്റെ വൈഫാണ്. ഇത് ജോസഫ് സാറിൻ്റെ വൈഫ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. എന്തെങ്കിലും രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട്.
പരിസ്ഥിതികൾ പഠിക്കുവാനായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ശേഖരിച്ചിട്ട് പിന്നീട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച ഒരു ദുരന്തമുഖത്തേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. അവിടുത്തെ ദയനീയമായ കാഴ്ചകളായിരിക്കും നമ്മൾക്കിപ്പോൾ കാണാൻ ചിലപ്പോൾ പറ്റുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാനും അവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് പറയാനും ഒക്കെ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മളിവിടെ വന്നിട്ട് ഇവിടുന്ന് പോകുന്നത് വേറെ 2 വണ്ടിക്കാണ്. ഇവിടെ ഈ വീട്ടുകാരുടെ 2 വണ്ടിക്കാണ് ഇവിടുന്ന് പോകുന്നത്. അതിലത്തെ വണ്ടികളാണ് ഈ കാണുന്നത്. മലയാളി അസോസിയേഷൻ്റെ ഡെന്നീസ് എന്ന് പറയുന്ന ചേട്ടനാണ് ഇപ്പോൾ നമ്മളെ വണ്ടി ഓടിക്കുന്നത്. അവരാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു വണ്ടി മുന്നിൽ പോയിട്ടുണ്ട്. വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ ബ്ലോക്കിൽപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് മേപ്പാടി. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മേപ്പാടി സ്ഥിതി ചെയ്യുന്നത്. വടക്കുഭാഗത്ത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും തെക്കുഭാഗത്ത് ഏറനാട് താലൂക്കും കിഴക്കുഭാഗത്ത് അമ്പലവയൽ മുപ്പൈനാട് പഞ്ചായത്തുകളും പടിഞ്ഞാറു ഭാഗത്ത് വൈത്തിരി പഞ്ചായത്തുമാണ്. മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചൂരൽമല. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലാണ് ചൂരൽമല സ്ഥിതി ചെയ്യുന്നത്. അട്ടമല, വെള്ളരിമല, മുണ്ടക്കൈ എന്നിവയാണ് ചൂരൽമലയുടെ ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന മറ്റ് ഗ്രാമങ്ങൾ. സൂചിപ്പാറ വെള്ളച്ചാട്ടം ചൂരൽമലയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മേപ്പാടിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ചൂരൽമല സ്ഥിതി ചെയ്യുന്നത്. ചൂരൽമലയും പരിസര പ്രദേശങ്ങളും ഒക്കെ സഞ്ചാരികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. പ്രകൃതിക്ക് പോലും അസൂയ തോന്നുന്ന വെള്ളാർമലയും സ്കൂൾ പരിസരങ്ങളും അത്രയേറെ മനോഹരമായ കാഴ്ചകളായിരുന്നു സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കിയത്. മൺസൂൺ കാലത്ത് തൊട്ടരികിലായുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര സ്പോട്ടുകളിൽ ഒന്നായിരുന്നു. മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന അഡ്വഞ്ചർ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. മേപ്പാടി മുതൽ തന്നെ നമുക്ക് പല സ്ഥലത്തും പോലീസ് ചെക്ക് പോസ്റ്റുകൾ കാണാൻ പറ്റുമായിരുന്നു. വളരെ നിയന്ത്രിച്ചാണ് ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. ഓരോ സ്ഥലത്തും പോലീസുകാർ കർശനമായി പരിശോധിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ നാട്ടുകാരല്ലാത്ത ആരെയും ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. അത്രയും കർശനമായി നിയന്ത്രിച്ചിരിക്കുകയാണ് ഇങ്ങോട്ടുള്ള യാത്രകൾ. നമ്മളിപ്പോൾ ചൂരൽമല ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം ഒരു ശംശാനമുഖമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ തളം കെട്ടി നിൽക്കുന്നത്. കൂടുതലും കാണുന്നത് പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സേവകരുടെ വാഹനങ്ങൾ മാത്രമാണ്. ദിവസങ്ങളോളമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന പോലീസിനും സന്നദ്ധ സേനാ പ്രവർത്തകർക്കും ഫയർഫോഴ്സിനും കൊടുക്കാൻ നമുക്കൊരു ബിഗ് സല്യൂട്ട്. നമ്മളിപ്പോൾ ചൂരൽമല ടൗണിലെത്തി. ചൂരൽമല ടൗണിൽ വെള്ളം വന്നതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഒക്കെ ചെളിക്കുളമായിരുന്നു. 20 ദിവസത്തോളം കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചുണങ്ങി ആ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ചൂരൽമല സ്കൂള്. ഈ കെട്ടിടം നശിക്കാതെ കിടക്കുന്ന കെട്ടിടമാണ്. ചൂരൽമല സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നിങ്ങൾ ആദ്യം കണ്ട ചിത്രം പ്രളയകാലത്തിന് മുൻപുള്ള സ്കൂളും പരിസരത്തിൻ്റെയും ചിത്രങ്ങളാണ്. അതിനുശേഷമുള്ള സ്കൂൾ ഗ്രൗണ്ടും കാഴ്ചകളും നിങ്ങളൊന്ന് നോക്കൂ. ഇതാണ് ആ മാറ്റം. പ്രളയം വന്ന് സർവ്വവും താണ്ഡവമാടിയ സ്കൂൾ മുറ്റം. എങ്ങും കാണുന്ന ഭയാനകമായ ചിത്രം. തകർന്ന കെട്ടിടങ്ങൾ ഇരുന്ന സ്ഥാനത്തൊക്കെ ഉരുളൻകല്ലുകളും മരക്കൂട്ടങ്ങളും മാത്രമാണ് കാണാനുള്ളത്. നമുക്ക് മുണ്ടക്കൈയിലേക്ക് പോകുന്ന പാലം നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചെറിയ ഓവുചാല് പോലെ കാണുന്ന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് സൈന്യത്തിൻ്റെ ബലം നമുക്ക് കാണാൻ കഴിയുക. എനിക്ക് പിന്നിൽ അവിടെ കാണുന്നതാണ് ബെയിലി പാലം നിർമ്മിച്ചത്. താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ കാഴ്ചകൾ. അതിലെ വാഹനങ്ങൾ പോകുന്ന അത്യാവശ്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്ന കാഴ്ചയാണ്. ഈ ഭാഗമെല്ലാം സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളാണ്. ഇതെല്ലാമാണ് വെള്ളം വന്ന് നശിച്ച സ്കൂൾ ഗ്രൗണ്ടുകളാണ് കാണുന്നത്. ഒരു രാത്രിയിൽ കൂടെ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് പ്രകൃതി കൊണ്ടുപോയ നിമിഷം. ഈ ദുരന്തഭൂമിയിൽ നിന്നും ഉള്ള കാഴ്ചകൾ നമ്മളെ വല്ലാതെ അമ്പരിപ്പിക്കുന്നതാണ്. ഉള്ളിലൊരു നടുക്കത്തോടെ വിങ്ങലോടെയല്ലാതെ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റില്ല എന്നതാണ് സത്യം. അതിജീവനത്തിൻ്റെ ആൾരൂപങ്ങളായി കുറച്ചു പേർ മാത്രം ബാക്കിയായി. കൺമുന്നിലാണ് മരണക്കയത്തിലേക്ക് ഉറ്റവരും വേണ്ടപ്പെട്ടവരും ആണ്ടുപോയത്.
ഗവൺമെൻറ് VHSൻ്റെ വെള്ളാർമല സ്കൂളിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഏറ്റവും താഴെ എത്തിയ വെള്ളത്തിൻ്റെ അളവ് ഇത്രയെങ്കിൽ ചൂരൽമലയിലെ കാഴ്ചകൾ മാത്രം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിമട്ടം, അതിനു താഴെ മുണ്ടക്കൈയങ്ങാടി, ഏറ്റവും താഴെയായി ചൂരൽമല. ഏറ്റവും താഴെ മാത്രം ഇത്ര ആഘാതമെങ്കിൽ മുകളിൽ ഏറ്റ ആഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഉരുൾപൊട്ടൽ ബാക്കിയാക്കിയത് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ്. വയനാട് നല്ല ഉറക്കത്തിലായിരുന്ന ഒരു രാത്രി. ജൂലൈ 28-നും 29-നും അതിതീവ്ര മഴയായിരുന്നു വയനാട്ടിൽ. 600 മില്ലിമീറ്റർ അധികം മഴ 2 ദിവസങ്ങളിലായി പെയ്തിറങ്ങിയത്. ജൂലൈ 29-ന് വയനാട്ടിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ജൂലൈ 30-ന് പുലർച്ചെ 12:45-നാണ് നാടിനെ നടുക്കിയ ആദ്യ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രം വെള്ളാർമലയിലെ പുഞ്ചിരിമട്ടം. സമുദ്രനിരപ്പിൽ നിന്നും 1085 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശമാണിത്. ഇപ്പോഴും അധികം ആൾക്കാരെയൊന്നും ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. നമ്മൾ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഇവിടുത്തെ അവസ്ഥ കാണുമ്പം വളരെ ദയനീയമായി തോന്നുന്നു. കാരണം അത്രയും നമ്മൾ TV ന്യൂസുകളിലും അതിലെല്ലാം കാണുന്നതൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ. അത്രയും ദയനീയമായ ഒരവസ്ഥയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. വലിയ കല്ലുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈ സ്കൂളിൻ്റെയൊക്കെ പൊക്കത്തിൽ വെള്ളം വന്ന് മൂടണമെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അത് കാഴ്ചക്കാരോട് പറയുന്നതിന് ഫലിപ്പിക്കാൻ നമുക്ക് പറ്റൂല. ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മളതിൻ്റെ തീവ്രത അത്രയും ഭയങ്കരമായി നമ്മൾ അനുഭവിച്ചറിയുക. അത്രയും ദയനീയ അവസ്ഥയാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക്. പേര് പോലെ തന്നെ സുന്ദരമായ പ്രദേശം. നിരവധി വീടുകളും റോഡുകളുമുള്ള ഈ പ്രദേശത്തേക്കാണ് മലവെള്ളവും പാറക്കൂട്ടങ്ങളും കുത്തിയൊഴുകിയെത്തിയത്. മുണ്ടക്കൈയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പ്രകൃതി താണ്ഡവമാടി. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമായില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ഈ നാട് മറ്റൊരു കാര്യത്തിലും കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അപസ്വരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ഓരോ മലയാളിയും കടപ്പെട്ടവരാണ്. അമ്മമാർ നഷ്ടപ്പെട്ട മക്കൾ, കുടുംബത്തെ ഒന്നാകെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, മറ്റാരുമില്ലാതായ സഹോദരികൾ. എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് മുഴുവൻ അങ്ങനെയുള്ളവരുടെ കാഴ്ചകൾ മാത്രമാണ്. വെള്ളാർമല സ്കൂളും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ സ്കൂളിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയനീയ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അത്രയും ദയനീയത്തിലാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം അതുപോലെയുള്ള കല്ലുകളും മരങ്ങളും ഇത് കണ്ടോ, എനിക്ക് പുറകിൽ കണ്ടോ ഒരു പടുകൂറ്റൻ ടൺ കണക്കിന് മരങ്ങൾ വന്ന് ഇവിടെ അടിഞ്ഞു കൂടിയതാണ്. ഈ സ്കൂളിൻ്റെ ഒരു സൈഡ് വശമായത് ഇവിടെ അടിഞ്ഞു കൂടിയ കാഴ്ചകളാണ് ഈ കാണുന്നത്. നിസ്സഹായരായി നിലവിളിക്കുന്ന മനുഷ്യർ, പ്രതീക്ഷ പറ്റി കരഞ്ഞു തളർന്ന കണ്ണുകൾ, ഇളം ചുണ്ടിലെ പാൽമണം മാറും മുൻപ് ഇരുൾ കവർന്ന കുരുന്നോമനകൾ. വയനാടിൻ്റെ ഈ മുഖം മാറാൻ ഇനി എത്ര കാലം എന്നറിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ ആഘാതം അടുത്ത നാളുകളിലൊന്നും ഈ പ്രദേശത്തെ വിട്ടൊഴിയില്ല. അത്രയും നാശനഷ്ടങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല എന്ന ഗ്രാമം ഒട്ടാകെ മാഞ്ഞുപോയി. വീടുകളില്ല, സമ്പാദ്യങ്ങളില്ല, കൂടപ്പിറപ്പുകളില്ല, അച്ഛനും അമ്മയും മക്കളുമില്ല. ചെളിക്കുളമായ ഒരു മരുഭൂമി പോലെ ഈ പ്രദേശം ഒന്നാകെ പേടിപ്പെടുത്തുകയാണ്. ആർക്കും താങ്ങാനാവില്ല. ഭാര്യ, അമ്മ, മക്കൾ, അച്ഛൻ, സഹോദരങ്ങൾ തുടങ്ങിയവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മാഞ്ഞുപോയി. ഒറ്റക്കായവരാണ് പലരും. ഞാനിപ്പോൾ ഉള്ളത് ഒരു തകർന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉൾവശത്താണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ പോലും എനിക്ക് പേടി തോന്നുന്നുണ്ട്. അത്രയും ഭീകരമാണ്. ഇതിലൊന്നും നടക്കുമ്പോൾ പോലും നമുക്ക് പേടി തോന്നും. അത്രയും ഭീകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഞാൻ നടക്കുന്ന ഓരോ ചവിട്ടടിക്കടിയിലും ഇപ്പോഴും ഉറങ്ങുന്ന സഹോദരങ്ങളുണ്ടാകും. ഇപ്പോഴും നൂറുകണക്കിന് മനുഷ്യർ ഇവിടെ ഈ കാണാമറയത്ത് കിടപ്പുണ്ട്. ഇവിടെ നടന്നു പോകുമ്പം വെള്ളം കയറി നശിക്കാത്ത വീടുകളുണ്ട്, ഭാഗികമായി നശിച്ച വീടുകളുമുണ്ട്. ആ കാഴ്ചകൾ കണ്ടോ. എത്ര പെട്ടെന്നാണ് എല്ലാ സന്തോഷങ്ങളും മണ്ണിൽ ആണ്ടുപോയത്. ഒരു ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന മനുഷ്യർക്കുമേൽ അടങ്ങാത്ത പ്രതികാരം പോലെ പ്രകൃതി വലിയ പാറക്കൂട്ടങ്ങളും വൻമരങ്ങളും വലിച്ചെറിഞ്ഞ കാഴ്ചകൾ എങ്ങും കാണാം. ഈ കാണുന്ന വീടിൻ്റെ മുകളിലാണ് ഒരു 4-5 പേര് മണിക്കൂറുകളോളം നിന്ന് വിളിച്ചത്. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ഈ കാഴ്ച.
വന്ന് കിടക്കുന്ന കല്ലുകളൊക്കെ കണ്ടോ? മനുഷ്യന്മാരെ കൊണ്ട് നീക്കാൻ പറ്റില്ലാത്ത കല്ലുകളൊക്കെയാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട മനുഷ്യർ തലയ്ക്ക് കയ്യും വെച്ച് കരയാൻ പോലുമാകാതെ നിർവികാരമായി നിൽക്കുന്ന കാഴ്ചകൾ എനിക്ക് എന്നല്ല ആർക്കും താങ്ങാൻ കഴിയില്ല. ഭാര്യ, അമ്മ, മക്കൾ, അച്ഛൻ, സഹോദരങ്ങൾ തുടങ്ങിയവരൊക്കെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഒരു രാത്രി മാഞ്ഞു പോയതാണ് ഇവിടെ. അതിൽ പലരും ഇന്ന് ഒറ്റയ്ക്കാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 21 ദിവസം കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഉണങ്ങി മാറിയത്. അല്ലായെങ്കിൽ ഇവിടെയൊക്കെ ചെളി കൊണ്ട് മൂടിയിരുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റില്ലാത്ത വിധത്തിലാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തകർക്ക് പോലും ഇതിലെയൊന്നും വഴി നടക്കാൻ പറ്റില്ലാത്ത വിധമായിരുന്നു. പക്ഷേ JCB വെച്ച് വഴികൾ നിർമ്മിക്കുകയും തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ഭാഗത്തുകൂടെ നമുക്കെങ്കിലും ഇപ്പോൾ നടക്കാൻ പറ്റുന്നത്. തകർന്നടിഞ്ഞു വീണ ശവപ്പറമ്പ് പോലെയാണ് ഓരോ വീടുകളും ഓരോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സാധാരണക്കാരായ മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശം. സന്തോഷവും സമാധാനവും അവർ ഓണവും വിഷുവും ക്രിസ്മസും റംസാനും ഒക്കെയായി ആഘോഷിച്ച ഒരു നഗരം. ഇന്ന് അവിടമൊക്കെ കൽക്കൂട്ടങ്ങളും വൻമരങ്ങളും വന്നടിഞ്ഞ ഒരു ശ്മശാന നഗരമായി നമുക്കിവിടെ കാണാം. ഇരുന്നുള്ള വീടുകളൊക്കെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം ഗൾഫിലും മറ്റും പോയി കടം മേടിച്ചും അധ്വാനിച്ചും ഉണ്ടാക്കിയ പണം കൊണ്ടും ചിലപ്പോൾ ഒരു സ്വപ്നം കൊണ്ട് നിർമ്മിച്ച വീടുകളായിരിക്കാം ഇവയൊക്കെ. 10 സെൻറ്റിലും 20 സെൻറ്റിലും തൊട്ടടുത്ത് സഹോദരങ്ങളെപ്പോലെ ജീവിച്ച മനുഷ്യർ ഇന്നാരും ഇവിടെ ജീവനോടെയില്ല. അവിടെയൊക്കെ കാണാം വലിയ പാറക്കൂട്ടങ്ങളും വലിയ കല്ലുകളും മൺകൂനകളും മരത്തിൻ്റെ അവശിഷ്ടങ്ങളും. കണ്ടോ, എനിക്ക് പിന്നിൽ കണ്ടോ, എന്നെ കഴിഞ്ഞും വലിപ്പത്തിൽ എന്നെ കഴിഞ്ഞും ഉയരത്തിലുള്ള ഒരു കല്ല്. ഇതൊക്കെ ഇവിടുന്ന് വെള്ളത്തിലൊഴുകി വന്ന കല്ലുകളാണ്. അടിച്ചും പറിച്ചും ഒഴുകി തെറിച്ച് വന്ന കല്ലുകളായി കാണുന്നത്. അതിൻ്റെ വലിപ്പം ഒന്ന് നോക്കി. അപ്പോൾ ഈ വന്ന വെള്ളത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എവിടെ നോക്കിയാലും പാറക്കൂട്ടങ്ങൾ മാത്രമാണ് കാണാനുള്ളത്. എത്ര മനോഹരമായ സുന്ദരമായ പ്രദേശമായിരുന്നിരിക്കാം ഇത്. ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി കാണിച്ച താണ്ഡവം. ദുരന്ത മേഖലയിലായി നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുറപ്പിച്ച് നമുക്കിതിൽ നടക്കാൻ പറ്റുന്നില്ല. ഇനിയും എത്രയോ ആളുകൾ ഇതിനടിയിലുണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇവിടുത്തെ പ്രദേശങ്ങൾ കിടക്കുന്നത്. പിന്നെ 3-4 നില ഉയരത്തിൽ വന്ന വെള്ളം കെട്ടുകളും അതിന് വന്ന കല്ലുകളും എല്ലാമാണ് ഈ കിടക്കുന്നത്. അനേകം വാഹനങ്ങൾ, വാഹനങ്ങളുടെ ഒരു ശവപ്പറമ്പ് തന്നെയെന്ന് പറയാം. അതുപോലെ വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പോഴും ഭാഗികമായി നശിച്ച വീടുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ വാസയോഗ്യമല്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഒരുപാട് വാഹനങ്ങളൊക്കെ നശിച്ച് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. വാഹനങ്ങൾ നശിച്ചാൽ പോട്ടെ എന്ന് വെക്കാം, മനുഷ്യർ പോയതിനത്രയും ഉണ്ടാവില്ലല്ലോ വാഹനങ്ങൾ. എങ്കിലും ആശിച്ചും മോഹിച്ചും മേടിച്ച വാഹനങ്ങളൊക്കെ ആയിരിക്കും. പുതിയ വാഹനങ്ങളൊക്കെയാണ് തകർന്നടിഞ്ഞ് കിടക്കുന്നത്. പ്രകൃതി ഉഴുതുമറിച്ച ഒരു പ്രദേശം, ഒരു പാടങ്ങൾ പോലെ ഉഴുതുമറിച്ച് ഓരോ ഭാഗത്തും ഓരോ തരത്തിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, നമ്മൾക്ക് കാണുന്ന പച്ചപ്പ്, അതേപോലെ ഇവിടെയും പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. മുകളിലോട്ട് കാണുന്നതാണ് മുണ്ടക്കൈ. അവിടെ നിന്നാണ് ആദ്യമായി ഉരുൾപൊട്ടൽ ഇവിടെ എത്തിയത്. ഈ പ്രദേശത്തൊരു വലിയ തടാകം പോലെ കെട്ടി നിന്നു എന്നാണ് പറയുന്നത്. അവിടുന്ന് അത്രയും ശക്തിയിലാണ് ആ വെള്ളം ഇവിടേക്ക് എത്തിയത്. മുകളിലോട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മുണ്ടക്കൈ അത് മനോഹരമായൊരു ഗ്രാമമായിരുന്നു. ആ കാണുന്നതാണ് മുണ്ടക്കൈ. നമ്മളിപ്പോൾ വെള്ളാർമലയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. മുണ്ടക്കൈയിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ആ ഗ്രാമം ഇന്നില്ല. ആ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ഇന്നില്ല. ആദ്യ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ പുഞ്ചിരിമട്ട ഭാഗത്തെ കാഴ്ചകളാണ് മുകൾ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നത്. ആ ഭാഗത്തു നിന്നാണ് ആദ്യം വെള്ളം ഉരുൾപൊട്ടി ഇവിടെ എത്തിയത്. ഇവിടെ നിന്നാണ് വീണ്ടും ഉരുൾപൊട്ടി താഴേക്ക് ചൂരൽമല ഭാഗത്തേക്കൊക്കെ പോയത്. മുണ്ടക്കൈയിൽ നിന്ന് വന്ന വെള്ളം ഇവിടെയാണ് തങ്ങി നിന്നത് എന്നാണ് പറയുന്നത്. അത്രയും ഒരു ഡാം പോലെയായിരുന്നു ഇവിടുത്തെ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിന്നത് എന്നും പറയുന്നു. ഇത് കണ്ടോ, മുകളിലെ മുണ്ടക്കൈ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും
ആദ്യമായി പൊട്ടി വന്ന് ഇവിടെ ഒരു വലിയ തടാകം രൂപീകരിച്ചു എന്നാണ് പറയുന്നത്. ആ തടാകമാണ് പിന്നെ രണ്ടാമത് പൊട്ടി താഴോട്ട് ഒഴുകിപ്പോയത്. ഈ കാണുന്നിടത്തൊക്കെ ധാരാളം വീടുകളും ധാരാളം ജനങ്ങളും ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ലയങ്ങളിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ച കണ്ടോ, മേളിൽ മുണ്ടക്കൈന്ന് വെള്ളം വന്ന് അടിച്ച് കയറിയതാണ്. ഇവിടെ എല്ലാം വീടുകളായിരുന്നു. ഇവിടെ എല്ലാം മുണ്ടക്കൈന്ന് വന്ന വെള്ളം അടിച്ച് കയറിയിട്ടാണ് ഈ വീടുകളെല്ലാം നശിച്ചു പോയത്. ഒരു പ്രദേശമാണ്. ഇന്നവിടെ ആ പ്രദേശത്തെ വീടുകളില്ല, അവിടുത്തെ പല ആൾക്കാരുമില്ല. പലരുടെയും പാതിമുറിഞ്ഞ ശരീരഭാഗങ്ങളാണ് ഇവിടെ നിന്നൊക്കെ കിട്ടിയത്. ഇവിടമൊക്കെ മനുഷ്യവാസമുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് അവരിൽ പലരും ജീവിച്ചിരിപ്പില്ല. ഇതുണ്ടോ, ഇവിടെ ഒരു 30 മീറ്റർ അടിയിലാണ് പുഴയായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഇപ്പം പൊങ്ങിയിരിക്കുന്നത് അത്രയും അടി മുകളിൽ മണ്ണും കല്ലും പിന്നെ മരങ്ങളും വന്ന് അടിഞ്ഞുകൂടി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിൽക്കുന്നിടക്കുന്ന 30 മീറ്റർ അടിയിലാണ് പുഴയുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ പിന്നെ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ഉയരത്തിൽ നിന്ന് വന്നിരിക്കുന്ന മണ്ണും മരങ്ങളും എല്ലാം അടിഞ്ഞിട്ട് ഈ 30 മീറ്ററോളം ഇത് പൊങ്ങി. ഇവിടെ ഒരു വീട് പിന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അയാൾ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കുള്ള ഇരിപ്പാണ്. അപ്പോൾ അവരോട് പിന്നെ ബീഹാറിൽ നിന്ന് വന്ന മലയാളി അസോസിയേഷൻ ആൾക്കാർ സംസാരിക്കുന്നതാണ്. ആ കാഴ്ചകളെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മരുവോട് ചോദിച്ചു പപ്പ തുറക്കാൻ പറ്റിയതാണ് വലിക്കുന്നത് കിട്ടുന്നില്ല. അപ്പം വീഴുന്ന ദിവസമായി ഞാൻ പിന്നെ കല്ലല്ല പരിക്കാത്ത എടുത്ത് അങ്ങോട്ട് കുത്തി പൊടിച്ചിട്ട് പാല് അപ്പം കുറേ പേർ കറക്കാനുള്ള ഓട്ടയൊക്കെ അതിൽക്കൂടെ 300 പേര് ചാപ്പോ. പിന്നെ വരുന്നത് അമ്മായിമ്മ, എൻ്റെ അമ്മായിമ്മ ചുടിയിട്ടെന്ന് വെച്ചാൽ. എന്നാൽ പലരും തിരിച്ച് കിട്ടിയിട്ടുമില്ല. അവരൊക്കെ ഇന്ന് എവിടെ മണ്ണിനടിയിലും ചാലിയാർ പുഴയുടെ കയങ്ങളിലുമൊക്കെ ആയിരിക്കാം. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ ഉറ്റവരെ നഷ്ടപ്പെട്ട്. ഈ കാണുന്നത് ഇവിടെ താമസിച്ച ആ ചേച്ചീൻ്റെ ആങ്ങളെയും അവരുടെ പിന്നെ മക്കളും അമ്മയൊക്കെ താമസിച്ച വീടുണ്ടായിരുന്ന സ്ഥലമാണ്. അവർ മലയാളി അസോസിയേഷനോട് അവരുടെ സങ്കടം പറയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. സ്വന്തമായി ഉണ്ടായിരുന്ന വീടും പുരയിടവും നഷ്ടപ്പെട്ട് സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് നിസ്സഹായരായിരിക്കുന്ന മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വന്തം വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഉറ്റവരെയും അവർ നഷ്ടപ്പെട്ട സ്ഥലത്ത് വന്നിരുന്ന് കരയുന്ന സ്ത്രീകൾ, അവരുടെയൊക്കെ കാഴ്ചകൾ നമ്മുടെ മനസ്സലിയിക്കും. ആ കാണുന്ന മരം കണ്ടോ, ആ മരത്തേലാണ് റോപ്പ് കെട്ടിയിട്ട് ഒരു കുട്ടീനെയൊക്കെ രക്ഷിക്കുന്നത്. നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അതാ ആ ഭാഗമാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു പട്ടി കിടക്കുന്നത്. ചിലപ്പോൾ ആ പട്ടീൻ്റെ യജമാനന്മാരൊക്കെ ആയിരിക്കും ആ വീട്ടിൽ താമസിച്ചത്. അതിൻ്റെ ദയനീയമായ ഒരവസ്ഥ നോക്കിയേ. പ്രാണിയായ ആ നായക്ക് പോലും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും വിഷമമുണ്ട് അതിൻ്റെ മുഖത്ത് പോലും നോക്കുമ്പോൾ. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അനാഥപ്രേതങ്ങൾ പോലുള്ള കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും സ്ഥലങ്ങളും അല്ലാതെ നശിച്ച വാഹനങ്ങളും അല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഒരുപാട് മരങ്ങൾ വന്നടിഞ്ഞു കിടക്കുന്നതും അതിനിടയിലൊക്കെ താൻ ജീവിച്ച വീടിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കുന്ന മനുഷ്യരെയും നമുക്കിവിടെ കാണാം. ഈ ഭാഗങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ബെയിലി പാലത്തിൻ്റെ കാഴ്ചകളും ബെയിലി പാലത്തിൻ്റെ ഭാഗങ്ങളും അവിടെ നശിച്ച ക്ഷേത്രവും അതൊക്കെ കാണാനാണ്. ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാം തകർന്നടിഞ്ഞ സ്കൂളും ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ കിടക്കുന്നത്. ഒരുപാട് കുട്ടികൾ പഠിച്ച ഒരു സരസ്വതി വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ നിറകണ്ണുകളോടെ നടക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. ഇനിയിവിടെ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടാകാനില്ല. നശിച്ച ഒരു കെട്ടിടങ്ങളും നശിച്ച കുറേ ഭാഗങ്ങളും അല്ലാതെ നമുക്കിവിടെ മറ്റൊന്നും കാണാനില്ല. ഇനി ഇതുപോലൊരു ഗ്രാമം ഇവിടെ ഉണ്ടാകുമോ എന്ന് പറയാനും പറ്റില്ല. എത്രയോ കുട്ടികൾ പഠിച്ച വിദ്യാലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതിദാരുണമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് കാണുമ്പോഴറിയാം അതിന് മുകളിൽ പോലും വെള്ളം കയറിയെങ്കിൽ ഈ ഇതിലെ വന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കുമെന്ന്. ഇനി നമ്മൾ പോകുന്നത് സൈന്യം നിർമ്മിച്ച ബേലി പാലം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇതാണ്
ഭാരതത്തിൻ്റെ ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം. ഈ പാലം കാണുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൈന്യത്തെയും ഓർത്ത്. ഞാനിപ്പം നടന്ന് നീങ്ങുന്നത് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ്. കൊടുക്കാൻ നമുക്ക് സൈന്യത്തിനൊരു ബിഗ് സല്യൂട്ട്. കാരണം 18 മണിക്കൂറും കൊണ്ട് പണി തീർത്ത് ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതാണ് സൈന്യം ചെയ്ത ഇവിടെ വന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ഈ പാലത്തിൻ്റെ നിർമ്മാണം കൊണ്ടാണ് മുണ്ടക്കൈയിലുള്ള ജനങ്ങളെ സൈന്യത്തിന് കൂടുതൽ രക്ഷപ്പെടുത്താനും അപകടനില കുറയ്ക്കാനും പറ്റിയത്. ശരിക്കും മുണ്ടക്കൈ ഒരു ഒറ്റപ്പെട്ട പ്രദേശം പോലെ ആയിപ്പോയായിരുന്നു. വാഹന ഗതാഗതം പോലും അക്കരയ്ക്ക് ഇല്ലാതെ പകച്ചു നിന്ന സമയത്താണ് സൈന്യം ഈ പാലം നിർമ്മിച്ച് വാഹനം കടത്തിവിട്ട്, ആംബുലൻസുകൾ കടത്തിവിട്ട്, ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ കടത്തിവിട്ട് മുണ്ടക്കൈയിലെയും പുഞ്ചിരിമഠത്തെയും ജനങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഈ മഹാദുരന്തം നടന്ന സ്ഥലത്ത് സൈന്യത്തിൻ്റെ ഇടപെടൽ അത്രയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൈന്യത്തിൻ്റെ മികവ് എടുത്തു പറയണം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഏകദേശം 1 കോടിയോളം രൂപയോളം മുടക്കിയിട്ട് ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പിന്നെ അവിടെ ഒരു ആൽമരം കാണുന്നുണ്ട്, അതിനൊന്നും പറ്റിയില്ല. ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗങ്ങളും കാണാതെ ക്ഷേത്രവും ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയ ഭാഗമായി കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ അടിത്തറ മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി ഒന്നും അവശേഷിക്കാതെ മൊത്തമായി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട്, ഉള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ. പിന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാം വെള്ളാർമല സ്കൂളും പരിസരങ്ങളും കാണാം. ചൂരൽമല ടൗണിൻ്റെ ഭാഗങ്ങളും നമുക്കിവിടെ നിന്ന് കാണാം. 10-20 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഭാഗത്തൊക്കെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ് ജനങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു പട്ടണവും ഒരു ഗ്രാമവുമായിരുന്നു ഇത്. ഇന്നവിടെ ആരവങ്ങളില്ല, ആഘോഷങ്ങളില്ല, എങ്ങും മൂകത മാത്രം ബാക്കിയാക്കിയ ഒരു പ്രദേശം. സർവ്വവും നശിച്ച ചൂരൽമല ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു അങ്ങാടിയുടെ കാഴ്ചകളാണ്. കയ്യിലുള്ളതും കടം മേടിച്ചും സ്വരുക്കൂട്ടിയും ഓരോ കച്ചവടക്കാരനും കച്ചവടം ചെയ്തിരുന്ന ഒരു അങ്ങാടി. പല പ്രതീക്ഷകളും കൊണ്ട് അവൻ്റെ കുടുംബം പുലർത്തിയിരുന്ന ഒരു അത്താണിയായിരുന്നു ഈ ഓരോ കച്ചവട സ്ഥാപനങ്ങളും. ഈ നശിച്ചിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം ഓരോ കുടുംബത്തിൻ്റെയും അന്നമായിരുന്നു. അതാണിപ്പോൾ തകർന്ന് തരിപ്പണമായ ഒരു പട്ടണത്തിൻ്റെ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരുന്നത്. ഇവിടങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ, ആ കച്ചവട സ്ഥാപനത്തിൻ്റെ ഉടമകൾ, അവരെല്ലാം ഇന്ന് പലരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത്രയും മൂകമായ ഒരു പട്ടണത്തിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ ഉള്ളു പിടയുന്ന കാഴ്ചകളാണ് എനിക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. ഇതിൽ കൂടി നടക്കുമ്പോൾ സങ്കടമാണോ ഉള്ളിൽ ഒരു മരവിപ്പാണോ എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുപോലെയുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഈ ടൗണിൽ കൂടെ നടന്നു നീങ്ങുന്നത്. എങ്ങും കാണുന്ന മൂകതകൾ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതുപോലെ ഈ പട്ടണത്തിൽ ഇനിയൊരു പുനർജീവനം സാധ്യമോ എന്ന് തോന്നിപ്പോകും. തെന്നിച്ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, പുറകിലും അവരിയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പോയ കാഴ്ചകളൊക്കെ കണ്ട അവസ്ഥ ഒന്ന് ഡെന്നിച്ചേട്ടാ അവിടുത്തെ അവസ്ഥയൊന്ന് പറഞ്ഞോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ? ഭയാനക അവസ്ഥയാണ്. നമ്മൾ ഇതുവരെ TV കണ്ട പോലെ ഒന്നുമല്ല, വളരെ ഭയാനകമായിട്ടുള്ളൊരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ച. ചേട്ടായി എന്തുണ്ട് അവിടുത്തെ നിങ്ങൾ കണ്ട കാഴ്ചകൾ എങ്ങനെ? എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയായിരുന്നു. മിണ്ടാൻ വാക്കുകളില്ല. അതേപോലെ ഉള്ള ജനങ്ങൾ അവിടെ വന്ന് സ്വന്തം ആൾക്കാരെ നഷ്ടപ്പെട്ടവരെ ഓർത്ത് കരയുകയും സ്വന്തം വീട് നഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നിരുന്ന് അവരുടെ ദുഃഖം പങ്കിടുകയും ചെയ്യുന്ന ഫാമിലിയെ കണ്ടു. ആരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഞങ്ങളുടെ വീട് ഇവിടെയായിരുന്നു, അവിടെയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട കുറേ ജനങ്ങളെ കാണാൻ പറ്റി, അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റി, സംസാരിച്ച് അവരുടെ വായിൽ നിന്നും അവരുടെ നാവിൽ നിന്നും
വളരെ ദുഃഖപൂർണമായ ഓരോ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് എന്നും വന്ന് കരയുന്നുണ്ട്, ഇന്നും വന്ന് ഇരുന്ന് കരയുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, വീടില്ല, അങ്ങ് മലയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് മാത്രമാണ് ഇനിയിപ്പോൾ പ്രതീക്ഷ. 10 സെൻറ്റും നല്ലൊരു വീടും ഉണ്ടായിരുന്നു. 95 വയസ്സായ അമ്മയും കൊണ്ട് അവരെങ്ങനെയോ രക്ഷപ്പെട്ട് ഇപ്പോൾ വേറെ മാറി താമസിക്കുന്നു. അവരെയൊക്കെ കണ്ടതിൽ വളരെ ദുഃഖമുണ്ട്. നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നമുക്കും ഈ നാടിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. സാധാരണ മേപ്പാടി ഭാഗത്തേക്കും വയനാട്ടിലേക്കും വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷമായിരിക്കും. കാരണം ഇവിടെയുള്ള മനോഹരമായ പ്രദേശങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളിലും ഇവിടെയുള്ള എൻ്റർടൈൻമെൻറ്റുകളിലെല്ലാം പങ്കെടുത്ത് നമുക്ക് ആഘോഷമാക്കി മടങ്ങാനായിരിക്കും നമ്മൾ സന്തോഷത്തോടെ ഇവിടെ വരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വന്നത് പ്രളയം തകർത്ത കാഴ്ചകൾ കാണാനും അവിടെ ബാക്കി വന്ന മനുഷ്യരെ കാണാനുമാണ്. അവരുടെയൊക്കെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നത് മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടി തമ്മിലടിക്കുന്ന മനുഷ്യരെയാണ്. ലജ്ജ തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ. മനുഷ്യൻ ഒന്നുമല്ല എന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തന്ന കാഴ്ചകളാണ് എനിക്കിവിടെ കൂടുതലും കാണാൻ പറ്റിയത്. മനുഷ്യൻ ഒന്നിനു വേണ്ടിയും അഹങ്കരിക്കരുത്. അതാണ് ഇവിടെ പ്രകൃതി കാണിച്ചു തന്ന ഒരു പാഠം. ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ കണ്ട ഓരോ നിസ്സഹായരായ മനുഷ്യരെയും ചേർത്ത് പിടിക്കണം എന്ന് നമുക്കെല്ലാം തോന്നിപ്പോകും. അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വയനാട്ടിലെ ഓരോ മനുഷ്യരെയും ഓരോ മലയാളിയും ചേർത്ത് പിടിച്ചാൽ എല്ലാവരും ഒരുപോലെ നോക്കും. അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കുക. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉരുൾപൊട്ടിയ മേഖലയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.